ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതാണ്. ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അത് വിശ്വസ്തയോടെ ചെയ്യണം. അതൊരു ഗൃഹവിചാരകത്വമാണ് എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരെന്നുള്ളത്. അപ്പോൾ ഏത് വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ തന്നെയാണ്. അപ്പോൾ നാം ഇവിടെ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം അതിനെടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഇസഹാക്കിന് ഒരു ഭാര്യയെ തൻ്റെ പിതൃഭവനത്തിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ വിശ്വസ്തനായ ദാസനെ അബ്രഹാം പദ്ദൻ അരാമിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ 15-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ ഒരു സൂചന തരുന്നുണ്ട്. കർത്താവിനോട് അബ്രഹാം പറയുന്നു, എനിക്ക് മക്കളില്ല, എൻ്റെ സ്വത്തിനെല്ലാം അവകാശിയായിട്ട് ദമ്മേശക്കുകാരനായ ഏലിയാസറാണല്ലോ എന്നിങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു എല്ലാത്തിൻ്റെയും കാര്യവിചാരകൻ പിന്നീട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 24-ാം അധ്യായത്തിൽ ആ പേരൊന്നും പറയുന്നില്ല. എങ്കിൽ തന്നെയും തൻ്റെ എല്ലാ സ്വത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഗൃഹവിചാരകനായിരുന്ന അല്ലെങ്കിൽ ഒരു നല്ല മാനേജറായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വിളിച്ചിട്ട് അബ്രഹാം പറയുകയാണ്, എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നീ യാത്ര ചെയ്ത് എൻ്റെ ആ സ്ഥലത്തേക്ക്, അതായത് ഞാൻ എവിടെ നിന്ന് വന്നുവോ ആ സ്ഥലത്തേക്ക് നീ ഒന്ന് പോകണം. അപ്പോൾ സത്യം ചെയ്യിപ്പിക്കുന്നു, അവിടെ ചെന്ന് വിശ്വസ്തയോടെ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്നാൽ ഈ ദാസൻ താൻ ഉദ്ദേശിച്ചതിനേക്കാൾ വിശ്വസ്തനായിരുന്നുവെന്നും ഒരു ഭക്തനായ പുരുഷനായിരുന്നുവെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ എൻ്റെ യജമാനന്, അതായത് അബ്രഹാമിനോട് ഞാൻ വിശ്വസ്തനായിരിക്കത്തക്കവണ്ണം യഹോവ എനിക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആ ദാസൻ ചെയ്യുന്നത്. അപ്പോൾ ആ ദാസൻ പോകുന്ന വഴിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, എനിക്ക് നന്മയ്ക്കായിട്ടൊരടയാളം തരണമേ. ഞാൻ ആ സ്ഥലത്ത് ചെന്ന് ആ പെൺകുട്ടിയെ കാണുമ്പോൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഏതായിരിക്കണം ആ പെൺകുട്ടിയെന്ന് ഞാൻ അറിയുവാൻ തക്കവണ്ണം എനിക്ക് നന്മയുടെ ഒരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാസനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിബേക്കയെ കാണുന്നു. റിബേക്കയെ മനസ്സിലാകുന്നു ഇന്നാളിൻ്റെ മകളാണെന്ന്. എന്നിട്ട് ആ റിബേക്കയോടുകൂടെ റിബേക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴും ലാബാൻ വന്ന് ആ ദാസനോട് സംസാരിക്കുന്നത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്നാണ്. കാരണം തൻ്റെ സ്വഭാവത്തിലും ആ പെരുമാറ്റത്തിലുമൊക്കെ ആ ദൈവകൃപ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് നാം കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ തന്നെയും എന്താണ്, ഞാൻ വന്ന കാര്യം ആദ്യം നിങ്ങളോട് സംസാരിക്കട്ടെ. ഭക്ഷണത്തിനിരിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്തിനാണ് വന്നത്, എൻ്റെ ഉദ്ദേശം എന്താണ്, എൻ്റെ യജമാനന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്താണ്, അത് നിവർത്തിച്ചിട്ട് മാത്രമേ ഞാൻ ഭക്ഷണത്തിനിരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യവിചാരകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വസ്തത. അതായത് താൻ ദാഹിച്ചും വിശന്നും ഒക്കെ ആയിരിക്കുമല്ലോ ഒരു യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയത്. എന്നാൽ തൻ്റെ വിശപ്പിനും ദാഹത്തിനും ഒക്കെ
ആ ശമനം വരുത്തുന്നതിന് മുൻപ് തന്നെ എന്താണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ ദൗത്യത്തിലേക്കാണ് അദ്ദേഹം ഡയറക്റ്റായിട്ട് കടന്നു വരുന്നത്. പറയുകയാണ്, എൻ്റെ യജമാനന് വേണ്ടി ഞാൻ വന്നതാണ്, എൻ്റെ യജമാനൻ്റെ മകന് ഒരു ഭാര്യയെ വേണം, അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ ബാക്കിയൊക്കെ ആകാം എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ, നിങ്ങളുടെ ആതിഥ്യ മര്യാദയൊക്കെ ഞാൻ സ്വീകരിക്കുന്നത്, അത് കഴിഞ്ഞാകട്ടെ എന്നുള്ള ഒരു വലിയ വിശ്വസ്തതയാണ് നാം അദ്ദേഹത്തിൽ കാണുന്നത്. അങ്ങനെ യഹോവയിൽ ആശ്രയിച്ച് വിശ്വസ്തനായി തൻ്റെ യജമാനനു വേണ്ടി നിന്ന ഒരു കാര്യവിചാരകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും പറയുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം വിശ്വസ്തയോടെ ചെയ്യണം. അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവർ വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.